നമസ്കാരം. ചൂട് വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യമാണല്ലേ ഇപ്പോഴുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ സൂര്യാഘാതം ഉണ്ടാകുന്നത് വളരെയധികം കൂടുതലാണ്. അൾട്രാവയലറ്റ് രശ്മികളാണ് പ്രധാനമായിട്ടും ഇതിന് കാരണം. അമിത ചൂട് കൊണ്ടുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നമാണ് സൂര്യാഘാതം. തീവ്രപരിചരണം ലഭിക്കാതിരുന്നാൽ മരണം പോലും സംഭവിക്കാം. കുട്ടികളിലും പ്രായമായവരിലും സൂര്യാഘാതം ഉണ്ടാകാൻ എളുപ്പമാണ്. കഠിനമായ ചൂടിനെ തുടർന്ന് ആന്തരിക താപനില ക്രമാതീതമായി ഉയർന്നു കഴിഞ്ഞാൽ ശരീര താപ നിയന്ത്രണം സാധ്യമാകാതെ വരും. തലച്ചോർ, കരൾ, വൃക്ക, ശ്വാസകോശം, ഹൃദയം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് സൂര്യാഘാതം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു സൂര്യാഘാതം ഏറ്റു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പേശിവല്. അത് കണക്ക് തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേദന, തളർച്ച, ക്ഷീണം, തലവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ. ശരീരത്തിൽ അമിതമായിട്ടുള്ള ചൂടുണ്ടാവും, സ്കിന്നിൽ ചുവപ്പ് കളർ ഉണ്ടാവും. ഇതൊക്കെ ഒരു ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് പെട്ടെന്ന് സൂര്യാഘാതം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൂട് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം അവരെ ചൂടത്ത് നിന്ന് തണലുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുക. നനഞ്ഞ തുണി കൊണ്ട് ശരീരം തുടയ്ക്കുക. അത് കണക്കന്നെ കക്ഷത്തിലൊക്കെ നമുക്ക് ഐസ് ക്യൂബ്സ് വെക്കാവുന്നതാണ്. പെട്ടെന്ന് അവരുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചെടുക്കുക. കുടിക്കാൻ വെള്ളം കൊടുക്കുക. എന്നിട്ട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: അയഞ്ഞതും ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക, ജോലി സമയത്ത് ആവശ്യമായിട്ടുള്ള വിശ്രമം എടുക്കുക, പ്രത്യേകിച്ചും വെയിലത്ത്, അതായത് പുറത്ത് ജോലി ചെയ്യുന്നവർ. കാപ്പി, ചായ പോലെയുള്ളതിൻ്റെയൊക്കെ ഉപയോഗം കഴിവതും ഒന്ന് കുറയ്ക്കുക. SPF 50 അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ലോഷനുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചൂട് കൂടുമ്പോൾ ശരീരത്തിൽ നിന്ന് ധാരാളം ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടും. അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടുന്നത് നിയന്ത്രിക്കാനും നമ്മളുടെ ഡീഹൈഡ്രേഷൻ തടയാനുമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന പാനീയങ്ങളാണ് നാരങ്ങ വെള്ളം, കരിക്കും വെള്ളം, കുക്കുംബർ ജ്യൂസ്, മാതളനാരത്തിന്റെ ജ്യൂസ്, മോരും വെള്ളം തുടങ്ങിയവയൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അവോയ്ഡ് ചെയ്യാതിരിക്കുക. താങ്ക്